ലീഗുമായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ടും പറയാനുള്ള രസകരമായ കാര്യം, നമ്മൾ കുറെ കാലം പുറകെ നടന്ന ഒരു പെൺകുട്ടി നമ്മളോട് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവളെ മനഃപൂർവ്വം ആള് ശരിയല്ല എന്ന് പറയുന്ന സമീപനമാണ് CPM-ൻ്റെത്. ഒരുപാട് നാള് ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനും ശ്രമിച്ച CPM ഒരു തരത്തിലും ലീഗ് UDF വിട്ടു വരില്ല എന്നുള്ള അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരം ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവുമാണ് ലീഗിന് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഏറ്റവും മാസായി പോലീസിനെയും VD സതീശനെയും തെറി പറയുന്നത് ആരാണ്? അവനാണ് SFI നേതാവ് എന്ന തരത്തിലേക്ക് അഡ്രസ് ചെയ്യപ്പെടുന്നു. കേസ് ഒരിക്കലും ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ മനസ്സിലാവണം. VD സതീശന്റെ രാഷ്ട്രീയ വഴികയിൽ എവിടെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഈ സവർണ ജാതി മേൽ കൊയ്മയ്ക്ക് മുന്നിൽ അദ്ദേഹം അടിയറവ് വയ്ക്കുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മൾ പേര് പറയുന്നിടത്തോ അല്ലെങ്കിൽ നമ്മുടെ പേര് കൊണ്ടോ നമ്മൾ അത്തരം അടയാളപ്പെടുത്തലുകൾ വിലയിരുത്തലുകളിലേക്ക് പോകരുത്. ഇപ്പൊ കേരളം പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യങ്ങളാണ്. ഇടതുമുന്നണി അല്ലെങ്കിൽ CPM ആദ്യമേ പറഞ്ഞിരുന്നു ലീഗിന്റെ കയ്യിലാണ്, ലീഗിനാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നതെങ്കിൽ ആ വകുപ്പ് ഇതോടുകൂടി ഇല്ലാതാകും, പച്ച ബോർഡുകളായിരിക്കും കേരളത്തിലെ സ്കൂളുകളിലെല്ലാം വരിക എന്ന് പറയുമ്പോൾ മറുവശത്ത് CPI പോലും മുന്നണി മര്യാദകൾ പാലിക്കാതെ CPI പോലും അറിയിക്കാതെ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ പോയ സർക്കാരാണ് വിമർശനവുമായി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് പെൺകുട്ടികൾക്ക് 3 ദിവസം ആർത്തവ അവധി നൽകും, സ്ത്രീകളടക്കം. BJP-യുടെ ശ്രീലേഖ അടക്കം, ശ്രീലേഖ പിന്നീട് നിലപാട് മാറ്റുകയാണ് ഉണ്ടായത്. എന്തിനാണ് ആർത്തവ അവധി നൽകുന്നത്, മറ്റുള്ളവർ അറിയില്ലേ പെൺകുട്ടിക്ക് ആർത്തവമാണ് എന്നുള്ള രീതിയിൽ വളരെ നെഗറ്റീവായി പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പിന്നീട് സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പൊ അതൊരു സ്വാഗതാർത്ഥമായിട്ടുള്ള ഒരു നിലപാടല്ലേ അത്? തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞതിലേക്ക് വരാം. ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുമ്പോൾ ചില ആളുകൾ ബോധപൂർവമായ ചില ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താൽ എന്തോ വലിയ കുഴപ്പം കേരളത്തിൽ ഉണ്ടാവും എന്ന തരത്തിലുള്ള ബോധപൂർവമായ ചില വരുത്തി തീർക്കലുകൾ നടക്കുകയാണ്. എത്രയോ കാലം കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തതാണ് ലീഗ്. CH മുഹമ്മദ് പോലെയുള്ള ആളുകൾ ഏറ്റവും മനോഹരവും ക്രിയാത്മകവുമായ പല നടപടികളും വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവന്ന ആളുകളാണ് ലീഗ്. അപ്പോൾ ലീഗിനെ ബോധപൂർവം അതുവഴി UDF-നെ അടിക്കുവാൻ വർഗീയ ശക്തികൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന തരത്തിലേക്കുള്ള സമീപനവുമായിട്ടാണ് CPM പോകുന്നത്. ലീഗുമായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ടും പറയാനുള്ള രസകരമായ കാര്യം, നമ്മൾ കുറെ കാലം പുറകെ നടന്ന ഒരു പെൺകുട്ടി നമ്മളോട് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവളെ മനഃപൂർവ്വം ആള് ശരിയല്ല എന്ന് പറയുന്ന സമീപനമാണ് CPM-ൻ്റെത്. ഒരുപാട് നാള് ലീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുവാനും ശ്രമിച്ച CPM ഒരു തരത്തിലും ലീഗ് UDF വിട്ടു വരില്ല എന്നുള്ള അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം നിരന്തരം ലീഗ് ഒരു വർഗീയ കക്ഷിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവുമാണ് ലീഗിന് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. മറ്റൊന്ന് ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ട് ഇത് കുറെ കാലങ്ങൾക്ക് മുൻപേ തന്നെ KSU ഉന്നയിച്ച ആവശ്യമാണ്. കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആർത്തവ അവധി അനുവദിക്കണമെന്ന് പറഞ്ഞ് അതിൽ നിവേദനം നൽകുകയും സമരം ചെയ്യുകയും ചെയ്ത സംഘടനയാണ് KSU. ആ KSU സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിനോട് മാർഗനിർദ്ദേശമായി നൽകിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് പിന്നീട് ഇപ്പോൾ ഗവൺമെന്റ് ആർത്തവ അവധി എന്ന രീതിയിൽ നടപ്പിൽ വരുത്തുന്നത്. ഇതിനെ വളരെ പോസിറ്റീവായി സ്വാഗതം ചെയ്യേണ്ട കേരളത്തിന്റെ പുരോഗമന മനസ്സ് ചില കോണുകളിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് കണ്ടത്. പക്ഷേ അത് വളരെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി വിദ്യാഭ്യാസ വകുപ്പും മറ്റാളുകളും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആർത്തവ അവധി അനുവദിക്കപ്പെടേണ്ട ഒന്നാണ്. അത് എല്ലാവരും നിർബന്ധമായും അവധി എടുക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നില്ല. അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആർത്തവ അവധി അനുവദിക്കപ്പെടുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾക്ക് നിർബന്ധപൂർവ്വം അവധി എടുക്കണം എന്നൊരു നിർദ്ദേശം ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നില്ല. അല്ല, ഗവൺമെന്റ് ആർത്തവ അവധി നല്ല കാര്യമാണ്, അത് സ്വാഗതാർത്ഥമാണ് എന്ന് പറയുമ്പോൾ മറുവശത്ത് എല്ലാ ദിവസവും 5 ദിവസം യൂണിഫോം വേണ്ട, ഒരു ദിവസം കളർ ഡ്രസ് എന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ എന്ന ഒരു രീതി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിപ്പോ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് ശരിയായ ഒരു നിലപാടല്ല. കാര്യം 5 ദിവസവും യൂണിഫോം തന്നെ ഇടട്ടെ. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ നല്ലൊരു വസ്ത്രം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് ഇട്ട് വരാൻ നല്ലൊരു വസ്ത്രമില്ല എങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ വളരെ നെഗറ്റീവ് അല്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി അത് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ഒരു നിലപാട് വേണോ, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കില്ലേ സർക്കാരിന് നല്ലത്? തീർച്ചയായിട്ടും അതേ നിലപാട് തന്നെയാണ്. ഞാനിപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം കൂടി വഹിക്കുന്ന ഒരാളാണ്. KSUവിന്റെ നിലപാട് തീർച്ചയായും ഇത് തന്നെയാണ്. ആഴ്ചയിൽ ഒരു ദിവസം കളർ ഡ്രസ് ഇടാമെന്നുള്ള നിർദ്ദേശത്തിനെതിരെ മന്ത്രിയെ കണ്ടു തന്നെ KSU നിവേദനം നൽകി അത് ഒഴിവാക്കപ്പെടണം. നിങ്ങളിപ്പോൾ പറഞ്ഞ അതേ ആശയം തന്നെയാണ് KSU വിദ്യാഭ്യാസ മന്ത്രിയുമായി പങ്കുവച്ചത്. ഇതാണ് SFIയും KSUവും തമ്മിലുള്ള വ്യത്യാസം. സർക്കാർ എടുക്കുന്ന എല്ലാ നിലപാടുകൾക്കും കൈയടിക്കുന്ന സമീപനമല്ല കേരള വിദ്യാർത്ഥി യൂണിയൻ ഒരു കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നു എന്ന്
കേട്ട മാത്രം തന്നെ KSU ഒരു നിവേദനം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിക്കൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് ഗവൺമെന്റ് പോകരുത്, അത് ഇത്തരത്തിലുള്ള ഒരു വിവേചനത്തിലേക്കും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാവുന്ന തരത്തിലേക്ക് പോകുമെന്ന ആശങ്ക നേരത്തെ തന്നെ KSU അറിയിച്ചിരിക്കുകയാണ്. വളരെ അനുഭാവപൂർവ്വം തന്നെ അതിനെ പരിഗണിക്കുകയും അത്തരമൊരു നടപടിയിലേക്ക് ഗവൺമെന്റ് പോകില്ല എന്ന് തന്നെയാണ് KSU വ്യക്തിപരമായി ഞാനും വിശ്വസിക്കുന്നത്. അല്ല, ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് നമുക്കറിയാം പല വിഷയങ്ങളിലും SFIക്ക് സമരം ചെയ്യാമായിരുന്നു, പക്ഷെ അവർ സമരം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു അത് ശരി എന്നൊരു രീതിയായിരുന്നു. മറിച്ച് ഇപ്പൊ പുതിയ സർക്കാരാണ്, UDF ആണ് തെറ്റായ ഒരു നിലപാടെടുക്കുന്നതെങ്കിൽ തെരുവിൽ യൂത്ത് കോൺഗ്രസും KSUവും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? തെരുവിൽ യൂത്ത് കോൺഗ്രസും KSUവും ഉണ്ടാകും, പക്ഷെ അത് ആദ്യഘട്ടത്തിലായിരിക്കില്ല. നമ്മുടെ ഒരു UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, UDF ഒരു നയം കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ ഒരു തുറന്ന ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അത്തരം അഭിപ്രായം പറയുമ്പോൾ ഉടനെ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യുക എന്നതല്ല രീതി. UDFന് കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഹർത്താൽ പോലും നടത്താതെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് വന്ന ഒരു പ്രതിപക്ഷമാണ് UDFന്റെ. ഏത് വിഷയത്തിലും ആദ്യം KSRTC ബസ്സിൽ കല്ലെറിയുകയും സമരം ചെയ്യുകയും ചെയ്യുന്നതല്ല KSUവിന്റെ രീതി. KSU അതിൽ അധികാരികൾക്ക് മുന്നിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ വെച്ച് കൃത്യമായ ചർച്ചകൾക്കുള്ള അവസരങ്ങൾ തുടർന്ന് നൽകി ഭരണകൂടത്തെ UDFന്റെ ഗവൺമെന്റിനെയും അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ അത്തരം ബോധ്യപ്പെടലുകൾ നടക്കാതെ വീണ്ടും സർക്കാർ അത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ KSU എടുത്ത ധീരമായ നിലപാടുകൾ ഭരിക്കുന്ന ഗവൺമെന്റിന്റെയും ഭരണാധികാരിയുടെയും നിറമോ അല്ലെങ്കിൽ ആ മുന്നണിയോ നോക്കി നിലപാടെടുക്കാതെ കൃത്യമായും വിദ്യാർത്ഥിപക്ഷ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകും. അപ്പോഴും KSUവിന്റെ സമരങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഇപ്പൊ SFI കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം സമരം ചെയ്യുന്നുണ്ട്. ആ സമരങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് പോലീസിനെയും അധികാരികളെയും ചീത്ത പറയുന്ന സമരമാണ്. ഒരു ചാനൽ മൈക്കിന് മുന്നിൽ SFI നേതാവിന് മുന്നിൽ ഒരു മൈക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അയാൾ ആ വിഷയത്തെ അല്ല അഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്നല്ല പറയുന്നത്. ഏറ്റവും മാസമായി പോലീസിനെയും VD സതീശനെയും തെറി പറയുന്നത് ആരാണ്? അവനാണ് SFI നേതാവ് എന്ന തരത്തിലേക്ക് അഡ്രസ് ചെയ്യപ്പെടുന്നു. KSU ഒരിക്കലും ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾക്ക് ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങൾ മനസ്സിലാവണം. ഞങ്ങൾക്ക് BGM ഇട്ട് മാസാവാനോ അല്ലെങ്കിൽ കുട്ടികളെ കോരിത്തെരിപ്പിക്കുന്നതിനപ്പുറം ക്രിയാത്മകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് KSU എല്ലാ കാലവും ആഗ്രഹിച്ചിട്ടുള്ളത്. KSUവിന്റെ പാരമ്പര്യം തന്നെ അതാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവി അടങ്ങുന്ന VD സതീശനിൽ എത്തി നിൽക്കുന്ന KSUവിന്റെ നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ സമരങ്ങളെ മുന്നോട്ട് ചലിപ്പിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ V മുരളീധരൻ മുട്ടായി, കുട്ടികൾക്ക് മുട്ടായി ബെഞ്ചിലിട്ട് കൊടുത്ത ഒരു സംഭവം ഉണ്ടായി. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സവർണ ചിന്താഗതിയാണ് എന്നൊരു വിഭാഗം വാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല, അദ്ദേഹം ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ സവർണ ചിന്താഗതിയാണ് എന്ന് പറയുമ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് എങ്കിൽ അതും ഒരു സവർണ ചിന്താഗതിയല്ലേ? VD സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ എത്ര തവണ അദ്ദേഹം വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്? ഞാൻ ഒരിക്കൽ മാത്രമാണ് കേട്ടിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, വളരെയധികം വ്യക്തിപരമായ വൈകാരികമായ ഒരു നിമിഷത്തിൽ ഞാൻ എൻ്റെ പിതാവിനെ കൂടി ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പൂർണ്ണമായ പേര് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേര് പറയുമ്പോൾ മാത്രം നമ്മൾ ഈ സവർണബോധത്തെ മാറ്റി നിർത്തുകയും നമ്മുടെ നിലപാടുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മളുടെ നയങ്ങളിൽ ഈ സവർണബോധത്തെയും ആധിപത്യത്തെയും കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? VD സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും ഭരണാധികാരിയും നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരം വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളോട് സന്ധി ചെയ്യാതെ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യഘട്ടത്തിൽ പോലും ഒരു വർഗീയവാദിയുടെയും വോട്ട് എനിക്ക് വേണ്ട എന്ന്, SDPയുടെ വോട്ട് വേണ്ട എന്ന്, അല്ലെങ്കിൽ മറ്റ് സാമുദായിക സംഘടനകളുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നിൽ വിനീത വിധേയനായി നിന്നുകൊണ്ട് ഒരു ആനുകൂല്യവും വേണ്ട എന്ന് ധീരമായി പ്രഖ്യാപിച്ച രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. VD സതീശന്റെ രാഷ്ട്രീയ വഴിയിൽ എവിടെയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഈ സവർണ ജാതി മേൽ കൊയ്മയ്ക്ക് മുന്നിൽ അദ്ദേഹം അടിയറവ് വയ്ക്കുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മൾ പേര് പറയുന്നിടത്തോ അല്ലെങ്കിൽ നമ്മുടെ പേര് കൊണ്ടോ നമ്മൾ അത്തരം അടയാളപ്പെടുത്തലുകൾ, വിലയിരുത്തലുകളിലേക്ക് പോകരുത്. ഒരാളുടെ പേര് ജനിക്കുമ്പോൾ അയാൾക്കിടുന്ന പേരാണ്, അത് അവർ സ്വയം തെരഞ്ഞെടുക്കുന്നതല്ല. ആ പേര് കൊണ്ട് നമ്മൾ വിലയിരുത്തുന്നതിനപ്പുറം ഒരാളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിലപാടുകൾ കൊണ്ട്, നയങ്ങൾ കൊണ്ട് വിലയിരുത്തുമ്പോഴാണ് അത് ക്രിയാത്മകമായ വിമർശനമാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്ന ഒരു ഘട്ടം നമുക്കറിയാം. ചരിത്രത്തിൽ ആദ്യമായി UDF രണ്ടാം വട്ടവും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അതായത് വീണ്ടും ഒരു ചാൻസ് എടുക്കാൻ UDFന് കഴിയുമായിരുന്നില്ല. എങ്ങനെയും ഭരണത്തിൽ വരിക എന്ന് മുന്നണി ചിന്തിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പക്ഷേ നമ്മൾ വിസ്മയിപ്പിക്കുന്ന നിലപാടുകളാണ് VD സതീശൻ എടുത്തത്. എങ്ങനെയും ഭരണത്തിൽ വരിക എന്നതല്ല,
UDF എന്ന് പറയുന്ന വിശാലമായ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ട് അതിൻ്റെ കൂടി കുറച്ചുകൂടി ശക്തമായ പ്രായോഗികവൽക്കരണത്തിലൂടെ കേരളത്തിന്റെ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സെക്യുലർ സ്പേസും ഒരു സെക്യുലർ മനസ്സും കേരളത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. അതുകൊണ്ടാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ ചോദിക്കുന്നു വർഗീയ കക്ഷികളുടെ വോട്ട് വേണോ എന്ന് ചോദിക്കുമ്പോൾ VD സതീശൻ അസന്നിഗ്ധമായി പേരെടുത്തുകൊണ്ട് തന്നെ SDPI പോലുള്ള കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കേരളത്തിന്റെ ജനാധിപത്യ മതേതര മനസ്സുകളിൽ വിശ്വാസമുണ്ട് എന്ന് നിരന്തരം സംസാരിച്ച, ഒരുപക്ഷെ കേരളത്തിന്റെ സെക്യുലർ സ്പേസ് നഷ്ടപ്പെട്ടു എന്ന് ആശങ്കപ്പെട്ട ഒരുപാട് മനുഷ്യരോട് ഇല്ല, കേരളത്തിന്റെ മതേതര മൂല്യങ്ങൾ അല്ലെങ്കിൽ മതേതര മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല, അവർ ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അവർക്ക് വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന മുന്നണിയും നേതാക്കളുടെയും അഭാവമാണ് കേരളത്തിലുണ്ട് എന്ന് കേരളത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ VD സതീശൻ ചെയ്യുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വേദിയിൽ പോയി VD സതീശൻ നടത്തുന്ന പ്രസംഗം രാഷ്ട്രീയ കേരളം ഏറ്റെടുക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഒരു വ്യത്യാസങ്ങളുമില്ലാതെ VD സതീശൻ എന്ന് പറയുന്ന മതേതരവാദിക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു നേതാവിന് വേണ്ടിയാണ് കേരളം കാതോർത്തിരുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ അകത്ത് നിന്നും UDFന്റെ അകത്തു നിന്ന് പോലും വിമർശനം ഉണ്ടായല്ലോ, വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന്. ഇല്ല, ഞാനത് ആദ്യമേ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അത്തരം വിമർശനങ്ങൾ അതും നല്ലതാണ്, അത്തരം അഭിപ്രായങ്ങളും നല്ലതാണ്. പക്ഷേ ആ അഭിപ്രായങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ വസ്തുതയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത്തരം വിമർശനങ്ങൾ മറ്റൊരു ആംഗിളിൽ കാണുമ്പോൾ പൂർണ്ണമായും ഒരു പേരുകൊണ്ട് പോലും ആ ഒരു സവർണ ആധിപത്യത്തെ മേധാവിത്വത്തെ അടയാളപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ആ അഭിപ്രായത്തെ ഒരിക്കലും തെറ്റായോ തിരസ്കരിച്ചോ കാണുന്നില്ല. പക്ഷെ VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു പൊതുജീവിതം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും അദ്ദേഹം അത്തരം ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരു സവർണ മേധാവിത്വത്തിന് കീഴ്പ്പെടുകയാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. അല്ല, അന്ന് അപ്പം മറിച്ച് മുരളീധരന്റെ നിലപാട് സവർണ മേധാവിത്വമാണെന്ന് പറയാൻ പറ്റുമോ? മുട്ടായി കുട്ടികൾക്ക് അത് കാലങ്ങളായി സംഘപരിവാർ അത്തരം ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആളുകളല്ല. മുരളീധരൻ മാത്രമല്ലല്ലോ, അതിന്റെ എത്ര ഉദാഹരണങ്ങൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടും എത്രയോ BJP എന്ന് പറയുന്നത് അത്തരം രാഷ്ട്രീയ ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അത് പ്രായോഗികവൽക്കരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ VD സതീശനെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ഇടപെടുന്നത് ഒരു അതിരുകളും ഒരു മതിലുകളും ഇല്ലാതെയാണ്. എല്ലാ തരം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും വിശ്വാസമുള്ള രാഷ്ട്രീയ നേതാവാണ്. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മതസംഘടനാ നേതാക്കൾക്കും സാമുദായിക നേതാക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനാകുന്ന എല്ലാ മതസ്ഥാപനങ്ങളിലേക്കും കയറി ചെല്ലാൻ സ്വീകാര്യനായ ക്ഷണിക്കപ്പെടുന്ന എല്ലാ മതങ്ങളെക്കുറിച്ചും മതങ്ങളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും വിശാലമായ കാഴ്ചപ്പാടുള്ള, അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന, ചർച്ച ചെയ്യുന്ന, പ്രഭാഷണങ്ങൾ നടത്തുന്ന, എല്ലാവരെയും തൊട്ട് എല്ലാവരുടെയും ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ടാണ് നമ്മൾ VD സതീശനെ കാണുന്നത്.